ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദർശൻ വേദന ശരിക്കും കുഴയ്ക്കാണ് കേട്ടോ കോടതിയിലിട്ടിട്ട്. കാരണം വേദന ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് വേദയ്ക്ക് ഒരുവിധം മനസ്സിലായി വിക്രം ചെയ്ത കാര്യത്തിന് എന്തോ ഒരു സത്യാവസ്ഥയുണ്ട്. അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ദർശൻ വിക്രമിന് വേണ്ടിയിട്ട് ഹാജരാകൂ എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടാണ് വിക്രമിന് വേണ്ടിയിട്ട് വാദിക്കാനായിട്ട് ദർശൻ വന്നതെന്ന് മനസ്സിലാവാണ്. ഇങ്ങനെ കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം വിക്രമിനെ കണ്ട് വേദ പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്തതിൻ്റെ പിന്നിലൊരു ധാർമ്മികത ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ദർശൻ ഇതിന് വേണ്ടിയിട്ട് പുറപ്പെട്ടിട്ടുള്ളത്. അതെനിക്ക് വ്യക്തമായിട്ടുണ്ടെന്ന് പറയട്ടോ. അന്നേരം വിക്രം അത് തുറന്ന് പറയുന്നില്ല കേട്ടോ. ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊന്നും പറയുന്നില്ല. അത് പറയാതെ തന്നെ പറയാണ്, ഒരിക്കലും നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച ആളല്ലേ, അപ്പോൾ ഇപ്പോൾ തന്നെ നിന്നെ തോൽപ്പിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അയാളത് മുതലെടുത്തതായിരിക്കും എന്നാണ് കേട്ടോ വിക്രം വേദയോട് പറയുന്നത്. പക്ഷെ വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. ഇതേ സമയം വാസവനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശങ്കരനാരായണനെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്താണ്. ജാമ്യം കൊടുക്കാതെ അവനെ ജയിലിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അവൻ ജയിലിലേക്ക് എടുക്കും, അതല്ല പുറത്തേക്കാണ് അയക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവൻ ഞാനിങ്ങ് എടുക്കും എന്നൊക്കെ പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് ശങ്കരനാരായണൻ നല്ല മറുപടിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത്രയാണ് പ്രമോല് കാണിച്ചിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.